യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കിണർ എങ്ങനെ റീചാർജ് ചെയ്യാം എന്നുള്ളതാണ്. നമ്മുടെ വീട്ടിൽ നമ്മൾ കിണർ റീചാർജ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം വേനൽക്കാല സമയമൊക്കെ ആകുമ്പോൾ മിക്ക വീടുകളിലെയും കിണറ്റിലെ വെള്ളം പറ്റും. നമ്മുടെ വീട് കുറച്ച് ഉയരമുള്ള സ്ഥലത്താണ് ഇരിക്കുന്നത്. ഒരു മാർച്ച് ഏപ്രിൽ മാസം ഈ 2 മാസം നമ്മുടെ കിണറ്റിലെ വെള്ളം പൂർണ്ണമായിട്ടും വറ്റുമായിരുന്നു. അപ്പോൾ മറ്റു വീടുകളിലെ കിണറുകളെയൊക്കെയാണ് നമ്മൾ ആശ്രയിച്ചിരുന്നത്. നമ്മുടെ വീട്ടിൽ കിണർ റീചാർജ് ചെയ്തിട്ട് ഇന്ന് 5 വർഷമായി. ഈ 5 വർഷമായിട്ട് നമ്മൾ മറ്റു കിണറുകളിൽ ഒന്നും തന്നെ ആശ്രയിക്കുന്നില്ല. വേനൽക്കാലത്തും നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഞങ്ങളുടെ കിണറ്റിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. നമുക്ക് കിണർ എങ്ങനെയാണ് റീചാർജ് ചെയ്യുന്നത് എന്നുള്ള വീഡിയോ കണ്ടു നോക്കാം. നാച്ചുറലായിട്ട് കിണർ റീചാർജ് ചെയ്യുന്ന ചെലവ് കുറഞ്ഞ ഒരു സംരംഭമാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ. ഈ കിണറിൽ നിന്ന് 2 മീറ്റർ മാറി ഇവിടെ ഒരു കുഴി എടുത്തിട്ടുണ്ട്. ആ കുഴിയാണ് ഇപ്പം അത് തുറന്നു കാണിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഈ റിബൺ കെട്ടി നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നത്. ഈ കുഴി 3 അടി വീതി 4 അടി താഴ്ചയിൽ ഏതാണ്ട് 5 അടി നീളത്തിൽ കുഴി എടുത്തിട്ട് അതിനകത്ത് പഴയ വീടിൻ്റെ മേച്ചിലോട് അടുക്കി വീണ്ടും മണ്ണിട്ടിരിക്കുകയാണ്. ഈ കുഴിയിലേക്കാണ് ഈ റൂഫിൽ നിന്ന് പൈപ്പ് വഴി വരുന്ന വെള്ളവും ഈ വീടിൻ്റെ 70% വെള്ളം ഈ താഴത്തെ മുറ്റത്താണ് വരുന്നത്. ആ വെള്ളവും കൂടെ ഒന്നിച്ച് ഈ കുഴിയിലേക്ക് എത്തിക്കുന്ന ഒരു സംവിധാനമാണ്. ഒന്നാമതായിട്ട് ഈ റൂഫ് നിന്ന് വരുന്ന വെള്ളം ഈ പാത്തി വഴി ഈ പൈപ്പ് വഴി നേരെ താഴെ ഗ്രൗണ്ടിൽ വന്നിട്ട് അത് ഈ മണ്ണിനടിയിലൂടെ ഒരു പൈപ്പുണ്ട്. ഈ പൈപ്പ് വഴി വന്ന് നേരെ ഈ കുഴിയിലോട്ട് പോവുകയാണ്. അതെ, ഈ നെറ്റിനകത്തോടെ അരിച്ച് ഈ വെള്ളം ഈ മഴക്കുഴിയിലോട്ട് പോകും. ഈ നെറ്റ് നമ്മൾ PVC ഫിറ്റിങ്സുകൾ ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഈ നെറ്റാണ് നമ്മൾ ഈ പൈപ്പിൻ്റെ മുകളിൽ വെക്കുകയാണ്. ഗ്രൗണ്ടിലൂടെ ഒഴുകി വരുന്ന വെള്ളം ഈ നെറ്റ് വഴി അരിച്ച് മറ്റു പൊടികളൊന്നുമില്ലാതെ ഈ മഴക്കുഴിയിലോട്ട് പോയി മഴക്കുഴിയിൽ വെള്ളം സംഭരിക്കുക. മഴ പെയ്യുന്ന സമയം മുതൽ മുറ്റത്തൂടി ഒഴുകി വരുന്ന വെള്ളത്തിൻ്റെ ആ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇത് നമ്മൾ പല ടൈമിൽ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്. അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങൾ ഇതിലുണ്ട്. വേനൽക്കാലത്ത് പെട്ടെന്ന് കിണറ്റിൽ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ 15 മിനിറ്റ് മഴ പെയ്ത് കഴിയുമ്പോൾ ഷീറ്റ് നന്നായിട്ട് ക്ലീൻ ആകും. അന്നേരം ഈ വാൽവ് ഇവിടെ വെച്ച് ബ്ലോക്ക് ചെയ്യുമ്പോൾ ഈ പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളം ഇതുവഴി നേരെ കിണറ്റിലോട്ട് വീഴും. അല്ലാത്ത സമയത്ത് ഇതിങ്ങനെ ഈ വാൽവ് ഈ ലെവലിൽ വെക്കുമ്പോൾ വെള്ളം ഇതുവഴി വന്ന് ആ മഴക്കുഴിയിലേക്ക് പോയ മഴക്കുഴി നിറഞ്ഞിട്ട് കിണറ്റിലോട്ട് ഉറവയായിട്ടാണ് വെള്ളം വരുന്നത്. ഷീറ്റിൽ നിന്ന് നമ്മൾ ശേഖരിക്കുന്ന വെള്ളം നേരെ മഴക്കുഴിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന പൈപ്പാണിത്. ഈ പൈപ്പിൻ്റെ എൻഡ് ഭാഗത്ത് വരുമ്പോൾ നമ്മൾ അവിടെ നിന്നും മഴക്കുഴിയുടെ ഭാഗത്തേക്ക് വേറൊരു പൈപ്പ് കൂടി കണക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ആ മണ്ണ് അവിടെ കുറച്ച് മാറ്റിയിട്ടുണ്ട്. വൈറ്റ് കളറിൽ കാണുന്നത് ആ പൈപ്പാണ്. ഇങ്ങനെ ഈ പൈപ്പിലൂടെയാണ് നമ്മൾ ഷീറ്റിൽ നിന്നും ശേഖരിക്കുന്ന വെള്ളം ഈ മഴക്കുഴിയിലേക്ക് പോകുന്നത്. ഈ വീടിൻ്റെ പുറത്ത് വരുന്ന വെള്ളത്തിൻ്റെ 70% ഈ മുറ്റത്താണ് വീഴുന്നത്. ഈ മുറ്റത്ത് വീഴുന്ന വെള്ളം മറ്റെങ്ങോട്ടും പോകാനുള്ള സൗകര്യങ്ങളില്ല. നേരെ ഒഴുകി വന്ന് ഇടുങ്ങിയ വഴിയിലൂടെയാണ് ഈ വെള്ളം റോഡിലോട്ടും പോകുന്നത്. ഇടുങ്ങിയ വഴിയിലൂടെ ഒഴുകി വരുന്ന വെള്ളം ഇവിടെ വന്നിട്ട് ഈ വഴിയിലൂടെ ഒഴുകി റോഡിലോട്ടുമാണ് പോകുന്നത്. അങ്ങനെ റോഡിലോട്ട് പോകാതിരിക്കാൻ
ഇവിടെ ഒരു സിമെൻറ്റ് ബ്ലോക്ക് വെച്ച് അടച്ചു വെക്കും. അടച്ചു വെക്കുമ്പോൾ സ്വാഭാവികമായിട്ട് വെള്ളം ഇവിടെ തങ്ങി നിൽക്കും. വെള്ളം അവിടെ തടഞ്ഞു നിർത്തുമ്പോൾ സ്വാഭാവികമായിട്ടും വെള്ളം ഇവിടെ ഉയരും. ആ സന്ദർഭത്തിൽ ഈ നെറ്റ് വെച്ചിട്ട് മറ്റ് ഇലയോ പൊടിയോ ഒന്നും ഈ കുഴിയിലോട്ട് പോകാതെ ഈ നെറ്റിനകത്തോടെ അരിച്ച് ഈ വെള്ളം ഈ മഴക്കുഴിയിലോട്ട് പോകും. റൂഫിലൂടെ വരുന്ന വെള്ളവും ഗ്രൗണ്ടിലൂടെ വരുന്ന വെള്ളവും നേരെ ഈ കുഴിയിലാണ് ചെല്ലുന്നത്. ഈ കുഴിയിൽ എത്തിക്കഴിഞ്ഞ് 15 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂറിനുള്ളിൽ ഉറവയായിട്ട് ഈ കിണറിൻ്റെ ഏതാണ്ട് 20 അടി താഴ്ചയിൽ ഉറവയായിട്ട് ഈ കിണറ്റിൽ വരുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ കിണർ റീചാർജ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടല്ലോ അല്ലേ. ഈ ഒരു വീഡിയോ നമ്മൾ ഒരു 3 വർഷം മുമ്പ് ഫേസ്ബുക്കിൽ ഇട്ടായിരുന്നു. അന്ന് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അന്നത്തെ ആ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് നമ്മളെ വിളിക്കുകയും അതുപോലെ വീട്ടിൽ വരികയും പിന്നെ അവരുടെ വീടുകളിൽ ഇങ്ങനെ കിണർ റീചാർജ് ചെയ്യുകയൊക്കെ ചെയ്തു. അതിൽ കുറേ പേര് പറഞ്ഞതിന് പ്രകാരമാണ് നമ്മൾ ഇന്ന് യൂട്യൂബിൽ ഇത്രയും വിശദമായിട്ട് ഈ ഒരു വീഡിയോ ഇട്ട്. നിങ്ങൾക്കൊക്കെ ഇത് മനസ്സിലായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ നമ്മുടെ വീട്ടിൽ കിണർ റീചാർജ് ചെയ്ത അച്ഛനാണ്. അപ്പോൾ അച്ഛൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് പ്രയോജനമുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.